ഹലോ ഗൈസ്, അപ്പം ഡേ 12ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഡേ 12 അവിടെ തുടങ്ങല്ലേ. നേരെ പോയത് കൊല്ലത്തെ എൻ്റെ കേരളത്തിലെ ഫുഡ് കോർട്ടിലാണ് കേട്ടോ. ഫുഡ് കോർട്ടിൽ ഓരോ വിഭവങ്ങൾ ഇങ്ങനെ നോക്കി ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു. കൂടുതലെടുത്തും കപ്പ ഇറച്ചി, കപ്പ മീൻകറി, അതാണ് കേട്ടോ. കുടുംബശ്രീയുടെ ഇതാണ് കേട്ടോ, കുടുംബശ്രീയുടെ ഈ ചിക്കൻ്റെ എന്തോ വിഭവങ്ങളാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. കൂടുതലും ഞാൻ കപ്പ ഇറച്ചി, കപ്പ മീൻകറി അതാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഓരോ ഫുഡ് കോർട്ടിലോട്ടും പോയപ്പം ഇതാണ് എനിക്ക് കണ്ട കേട്ടോ, വെറൈറ്റി ആയിട്ട് ഒരുപാട് വിഭവങ്ങൾ, അതായത് ഒരുപാട് ചിക്കനും ബീഫും പല രീതിയിൽ വെച്ചിരിക്കുന്നു. മലബാർക്കാരുടെയാണ് കേട്ടോ, അത് മലബാർ സെക്ഷനാണിത്. മലബാറിൽ നിന്ന് വന്നവരുടെ ഫുഡിൻ്റെ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ അവിടെ പച്ചക്കറിയുടെ സെക്ഷനിലോട്ടാണ് പോയത് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ ഈ കപ്പയ്ക്കൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാനൊരു ചെറുതായിട്ട് എടുത്തത്. അത് കഴിഞ്ഞ് നോക്കാൻ നേരത്ത് അവിടെ എങ്ങനെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഓരോ കർഷകൻ്റെ ഇതും ഇട്ട് അവിടെ ഫോട്ടോ വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേന് പുറത്തോട്ട് ഇറങ്ങി ഷവർമ കഴിക്കാനായിട്ട് രണ്ടുപേർ ഇറങ്ങിയതാണ് ഗൈസ്. അപ്പം നല്ല ഒരാൾക്ക് പ്ലേറ്റ് ഷവർമ വന്നു. ഞാൻ വിചാരിച്ചൊരു പപ്സ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പം പപ്സ് ഇല്ല. അപ്പം പിന്നെ ഞാനൊരു ഷവർമ അങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഏതാണ്ട് നന്തോട്ടിക്ക് ഫലൂഡ വേണമെന്നും പറഞ്ഞിരുന്നു. ഫലൂഡ ഇങ്ങനെ ആസ്വദിച്ച ഒരാളിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഷവർമ ഏകദേശം തീരാറൊക്കെ ആയി. നമ്മൾ എന്നിട്ട് ലൈമിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അപ്പുറത്തെ പ്ലേറ്റ് അവളുടെ പ്ലേറ്റൊക്കെ കാലിയായി തുടങ്ങി. ഇതിൽ നിന്ന് നുള്ളിപ്പറക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ നന്ദൂട്ടിയും അത് കണ്ട് നുള്ളിപ്പറക്കലൊക്കെ തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരാൾ ആസ്വദിച്ച് പെയ്യെ കഴിക്കാമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഐസ്ക്രീം മാത്രം ഇതേവരെ ഓൾ തൊട്ടിട്ടുള്ളൂ. ഐസ്ക്രീം കഴിച്ച് തീർക്കാൻ അവൾക്ക് ഇതുവരെ പറ്റിയില്ല. അപ്പം 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് ഫലൂഡ വേണം എന്നുള്ള ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ കണ്ണി ഫലൂഡയിലോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മുടെ ലൈവ് അങ്ങ് വന്നു. ലൈവ് വന്നപ്പോൾ നന്ദുട്ടിയുടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടി. അപ്പം നന്ദുട്ടി അതൊന്ന് കഴിക്കാനുള്ള ആവേശത്തിലായിരുന്നു. അതും ഇച്ചിരി ടേസ്റ്റ് ചെയ്തപ്പോഴത്തേനും മതിയായെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എൻ്റെ ലൈവ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഫലൂഡ ഓൾക്ക് മതിയെന്ന് പറഞ്ഞ് ഈ ഇരിക്കുന്ന ഫലൂഡ പിന്നെ ബാലൻസ് അയച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് കേട്ടോ ഗൈസ്. എല്ലാം ഗൈസ് അങ്ങനെ ഫലൂഡയും ഷവർമയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. അതിൻ്റെ കൂടെ ഒരു ലൈവും കൂടെ ആയപ്പോഴത്തേനും ഒന്നും വയ്യ. അപ്പം അങ്ങനെ വിജനമായ റോഡിൽ കൂടെ അടുത്ത ഉത്സവത്തിനോട്ട് പോവുകയാണ്. അപ്പോൾ ഉത്സവം ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ.